അത് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഭർത്താവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭാര്യയും ലോകത്തില്ല. അങ്ങനെ ആൾക്കാരെ ഇല്ല. എപ്പോഴും എല്ലാവരും കുറവുകളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി, പക്ഷെ നമുക്ക് ടൈം എടുക്കും. ജീവിതം നമ്മൾ സിമിലാരിറ്റി മാത്രമേ കാണുള്ളൂ, ബാക്കിയുള്ളത് കുറച്ച് കഴിഞ്ഞിട്ടേ കാണുള്ളൂ അല്ലേ? പിന്നെ അതേ നമ്മൾ കാണും. കല്യാണം വരെ നമുക്ക് ഒരു സ്വപ്ന ലോകമാണല്ലോ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടും കുറച്ച് നാളൊരു സ്വപ്ന ലോകമാണ്. അത് കഴിയുമ്പോഴാണ് റിയാലിറ്റി തുടങ്ങുന്നത്. ഒരു 6-7 മാസം കഴിയുമ്പോ ഹണിമൂൺ എല്ലാം തീർന്ന് ഈ ജീവിതത്തിലേക്ക് കടന്നു. ഒരാള് ചൂടാവുമ്പോ മറ്റൊരാള് ചിലപ്പോ സൈലന്റ് ആയിട്ടിരുന്ന് കേൾക്കും. അങ്ങനെയാണ് ബാലൻസ്. അതെ, കാരണം രണ്ടുപേരും അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ തീർന്ന്. പിന്നെ അവിടെ നമുക്ക് ഒരിക്കലും അത് പീസിലേക്ക് കൊണ്ടുവരാൻ ഇച്ചിരി പാടായിരുന്നു. രണ്ടുപേരും രണ്ട് സാഹചര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ടാണല്ലോ 10-27 വർഷമായിട്ട് 27 വർഷമായല്ലേ. എല്ലാ ഞായറാഴ്ചയും നമ്മൾ വൈകിട്ടൊന്ന് അവിടെ ഞങ്ങളുടെ ഒരു കുന്നുണ്ട്, കുന്നിന്റെ മുകളിൽ ഒരു പള്ളിയുണ്ട്, കുമേന്താന്ന് പറയും. ഞങ്ങളവിടെ പോയി ഞങ്ങൾ ഈ പരസ്പരം കൈ പിടിച്ചിരുന്ന് ആഴ്ചയിലെ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയും. എല്ലാത്തിനും, അപ്പനും അമ്മയ്ക്ക്, ആളുടെ അമ്മയ്ക്ക്. ആളുടെ പപ്പ മരിച്ചു പോയതാണ്, അപ്പോൾ പപ്പയെ ഓർക്കും. ആളുടെ അനിയൻ അപ്പൂനെ ഓർക്കും. അവന്റെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഞങ്ങളെ എല്ലാ ഞായറാഴ്ചകളും വൈകിട്ട് ഞങ്ങൾ പേഴ്സണലി വന്ന് പുള്ളി ഒന്ന് കാണും. എത്ര പേരെന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ? ജിസേട്ടൻ ഇടയ്ക്കൊക്കെ കയറി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോ മനുഷ്യരെയും പേരെടുത്ത് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാറ്. ചില മൊമെന്റുകളിൽ ഞങ്ങൾ പോലെ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. ജോസഫിന്റെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. കാരണം ഞാൻ ഈ അമ്മയുടെ പേരിന്റെ ഒപ്പം ചേർക്കുക എന്ന് പറയുന്നത് ഒരു എന്തോ നല്ല കൾച്ചറാ. ജോസഫ് അന്നംകുട്ടി ജോസഫ്. അതുകൊണ്ടാണ് ഞാൻ ഇട്ടു വിൻസി സോണിയാലോഷ്യസ് ഹൃദയങ്ങൾ ഒന്നായ 30 വർഷങ്ങൾ. ചാവറ മാട്രിമോണി സിൻസ് 1996. ഇവിടെ ഉറയ്ക്കുന്നതേ വിവാഹമല്ല, വിവാഹ ജീവിതമാണ്. chavramatrimony.com കണക്റ്റിംഗ് ഹാർട്ട്സ്. അതെ, ഒത്തിരി ഹൃദയങ്ങളെ കോർത്തിണക്കി കുടുംബം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ചാവ്ര മാട്രിമോണിയുടെ 30ാം വർഷം ആഘോഷിക്കുമ്പോൾ they are introducing C-Talk. ജോസഫിന്റെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. കാരണം ഞാൻ ഈ അമ്മയുടെ പേരിന്റെ ഒപ്പം ചേർക്കുക എന്ന് പറയുന്നത് ഒരു എന്തോ നല്ല കൾച്ചറാ. ജോസഫ് അന്നംകുട്ടി ജോസഫ്. അതുകൊണ്ടാണ് ഞാൻ ഇട്ടു വിൻസി സോണിയാലോഷ്യസ് സത്യം. അങ്ങനെ അതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മയുടെ. യെസ്, അങ്ങനെ അല്ല, ഒരമ്മക്ക് ഇതിൽ പരം സന്തോഷം എന്താ വേണ്ടത്? ജോസഫ് അതിനൊരു കൈ ഇതുവരെ ഞാൻ തന്നിട്ടില്ല. അത് അടിപൊളിയാണ്. യെസ്. ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം നമുക്കറിയാം, രണ്ടുപേരും ഒന്നിക്കുമ്പം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ലൈഫ് സ്റ്റൈൽ, കൾച്ചേഴ്സ്, സ്വഭാവങ്ങൾ എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഡെഫിനറ്റ്ലി മുന്നോട്ട് പോകുമ്പോൾ അത് ആദ്യമൊക്കെ ഒരു ഹണിമൂൺ ഫേസ് ആയിരിക്കും. നിങ്ങളിപ്പോൾ ഒരു ഹണിമൂൺ ഫേസിലല്ലേ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്കല്ലേ ചോദ്യം. ഒരു ഹണിമൂൺ ഫേസിലായിരിക്കും അതൊക്കെ ഇങ്ങനെ പോവുക, ഒരു നല്ല സന്തോഷവും സമാധാനവും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഈ എന്നുവെച്ചാൽ ഡിഫറൻസസ് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് തുടങ്ങുക, മനസ്സിലാക്കി തുടങ്ങുക. ഈ ഒരു ഹണിമൂൺ ഫേസ് കഴിയുമ്പോൾ നിങ്ങൾ അതിനൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? സംടൈംസ് നമുക്ക് എന്താ പറയുക, വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നമ്മൾ ചിലപ്പോൾ വിഗ്രഹം ഉടയാം. ഇതൊക്കെ സംഭവിക്കാം. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ അതൊക്കെ സംഭവിക്കാമല്ലോ. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ടെസ്റ്റ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? പിന്നെ വിചാരിച്ച ഒരു ഇംപ്രഷൻ ഒക്കെ കൊളായിട്ടുണ്ടോ? പിന്നെ ഇല്ല, അങ്ങനെ കൊളായിട്ടില്ല. പക്ഷെ നമ്മള് റിയാലിറ്റിയിലേക്ക് വരുമ്പോ കല്യാണം വരെ നമുക്ക് ഒരു സ്വപ്ന ലോകമാണല്ലോ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടും കുറച്ച് നാളൊരു സ്വപ്ന ലോകമാണ്. അത് കഴിയുമ്പോഴാണ് റിയാലിറ്റി തുടങ്ങുന്നത്. ഒരു 6-7 മാസം കഴിയുമ്പോ ഹണിമൂൺ എല്ലാം തീർന്ന് ഈ ജീവിതത്തിലേക്ക് കടന്നു. കുക്കിങ്, വീട്ടിലെ കാര്യങ്ങള്. അപ്പൊ അങ്ങനെ വരുമ്പോ പല ഇഷ്യൂസിലും നമ്മള് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും. പക്ഷെ ആ സമയത്ത് നമ്മള് എന്താ പറയാ, ഒരാള് ചൂടാവുമ്പോ മറ്റൊരാള് ചിലപ്പോ സൈലന്റ് ആയിട്ടിരുന്ന് കേൾക്കും. അങ്ങനെയാണ് ബാലൻസ്. അതെ, കാരണം രണ്ടുപേരും അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ തീർന്ന്. പിന്നെ അവിടെ നമുക്ക് ഒരിക്കലും അത് പീസിലേക്ക് കൊണ്ടുവരാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ നമ്മള് പരസ്പരം കുറെ നമ്മൾ ഈ മാരേജ് കോഴ്സിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും എങ്ങനെയാണ്. പിന്നെ നമ്മുടെ വീട്ടില് നമ്മുടെ അപ്പനമ്മമാരും ചേച്ചിമാരെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ വരാനുള്ളതാണ്, ഇങ്ങനെയൊക്കെയാണ് ലൈഫിൽ എന്നുള്ളത് കുറേയൊക്കെ നമുക്ക്. പിന്നെ നമ്മൾ ഷെയർ ചെയ്യും നമ്മുടെ അമ്മയുടെ അടുത്തും ചേച്ചിയുടെ അടുത്തും. അപ്പോൾ അവർ പറയും ഇങ്ങനെയൊക്കെയാണ് ലൈഫിൽ, നീ അഡ്ജസ്റ്റ് ചെയ്യണം, അവനും അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഭർത്താവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭാര്യയും
ലോകത്തില്ല. അങ്ങനെ ആൾക്കാരേ ഇല്ല. എപ്പോഴും എല്ലാവരിലും കുറവുകളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി, പക്ഷെ നമുക്ക് ടൈം എടുക്കും. ചിലപ്പോൾ കുറച്ച് ദിവസം നമുക്ക് അത് ഭയങ്കര വിഷമമായിരിക്കും ഒരു വഴക്ക് കഴിയുമ്പോൾ. പക്ഷെ പിന്നീട് നമ്മൾ അത് പാച്ചപ്പ് ചെയ്ത് സ്നേഹത്തിലേക്ക് വീണ്ടും വരും. കൂടുതൽ നമ്മൾ പ്രാർത്ഥനയിലും കൂടി ആശ്രയിക്കുമ്പോഴാണ് നമുക്കത് പറ്റുന്നത് ഒരു സ്ട്രെങ്ത് കിട്ടുന്നത്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇപ്പം നിങ്ങൾ ആരെ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ടെസി പറഞ്ഞ അതാ കറക്റ്റ്. രണ്ടുപേരും രണ്ട് സാഹചര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ടാണല്ലോ 10-27 വർഷമായിട്ട് ഒരുമിച്ച്. കാരണം എനിക്ക് എന്റേതായ ഒരു ക്യാരക്ടർ ഉണ്ട്, സിജോയ്ക്ക് സിജോയുടേതായ ക്യാരക്ടർ ഉണ്ട്. രണ്ടുപേരും രണ്ട് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. രണ്ടുപേരും ജീവിച്ച രീതികൾ വ്യത്യാസമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ കുറെയൊക്കെ സിമിലർ ആണെങ്കിലും കുറെയൊക്കെ വേറെ വേറെയാണ്. ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. പിന്നെ സിമിലർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കല്യാണം കഴിച്ചത്. പക്ഷെ ജീവിതം നമ്മൾ സിമിലാരിറ്റി മാത്രമേ കാണുള്ളൂ, ബാക്കിയുള്ളത് കുറച്ച് കഴിഞ്ഞിട്ടേ കാണുള്ളൂ അല്ലേ? പിന്നെ അതേ നമ്മൾ കാണും. പിന്നെ സിമിലർ മാറിപ്പോവും, ഡിഫറൻസസ് മാത്രമേ. ഓക്കെ, അവിടെയോ ഇങ്ങനെ തന്നെ രണ്ടും ഇൻഡിവിജ്വലി നമ്മൾ രണ്ടും രണ്ട് ക്യാരക്ടർ ആവാം. അപ്പോൾ ഇതുപോലെ ചില സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നാൽ കുറച്ച് നേരം സൈലൻസ്, അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ തിരികെ അങ്ങനെ തന്നെ വരും. അങ്ങനെ എപ്പോഴെങ്കിലും മടുത്ത് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയും തോന്നില്ല. ഓക്കെ, ഈ പ്രയർ ലൈഫിനെ പറ്റി പറഞ്ഞില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്നത് ഈ പ്രയർ ഉള്ളത് കൊണ്ടാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയാണ് പ്രയർ ലൈഫ് നിങ്ങളെ, ഇപ്പം നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് അത് ഇമ്പാക്ട് ചെയ്യുന്നേ? പ്രയർ ലൈഫ് നിങ്ങൾക്കും കേട്ടോ വരാം. നൈജി ചേച്ചി. വളരെ ഇമ്പോർട്ടൻ്റാണ് പ്രയർ നമ്മുടെ ലൈഫിൽ. അത് വിവാഹത്തിന് മുമ്പാണേലും വിവാഹത്തിന് ശേഷമാണേലും പ്രാർത്ഥന അതൊരു വലിയൊരു ഘടകമായിരുന്നു. ഇപ്പോൾ വിവാഹത്തിന് മുമ്പൊക്കെ ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകുന്നൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും ജോലി ചെയ്യണ സമയത്തും അതിൻ്റെ ഒരു വലിയൊരു പ്രാധാന്യം, ഒരു ബ്ലെസ്സിങ് നമ്മുടെ ലൈഫിലുണ്ട്. ഇപ്പോൾ വിവാഹശേഷമാണെങ്കിലും കുട്ടികളുടെ കൂടിയാണെങ്കിലും കുട്ടികൾക്കത് കാണിച്ചു കൊടുക്കുന്ന രീതിയാണെങ്കിലും പ്രാർത്ഥന. ഇപ്പോൾ ജിസിൻ്റെ ഫാമിലി ആണെങ്കിലും ഒത്തിരി പ്രാർത്ഥനയിലും ഭയങ്കര അടിത്തറ ഭയങ്കര ബിൽഡ് ചെയ്ത ഒരു ഫാമിലിയാണ്. അത് നമ്മുടെ ലൈഫിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളും കുട്ടികളോട് പറഞ്ഞ് ഈ എല്ലാ ദിവസവും ചെറുതാണെങ്കിലും ഒരു പ്രാർത്ഥനാ മുറിയുണ്ട്. അപ്പോൾ അവിടെ എല്ലാ ദിവസവും 2 നേരം തിരി കത്തിച്ച് അവിടെ ഒരു സ്പീക്കറിൽ എപ്പോഴും ഡിവോഷണൽ സോങ്സ്, അത് ഇന്ന മതത്തിൻ്റെ ഒന്നുമില്ല, എല്ലാ മതങ്ങളുടെയും ഡിവോഷണൽ സോങ്സ് ഒരു അരമണിക്കൂറെങ്കിലും ദിവസം വീട്ടിൽ പ്ലേ ചെയ്യാറുണ്ട്. അത് തരുന്ന ഒരു ഭയങ്കരമായ മൂഡുണ്ട്, പ്രത്യേകിച്ചും അത് സന്ധ്യാസമയത്തായിരിക്കും. പിന്നെ കുട്ടികളോടാണെങ്കിലും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഞാൻ ഷൂട്ടറിൽ പോകുന്ന സമയത്ത് വീട്ടിലില്ലാത്തപ്പോഴാണെങ്കിലും നൈജി പതിവായിട്ട് ഒരു 7 o'clock അറൗണ്ട് ആ സമയത്ത് കുട്ടികളെ ഇരുത്തി 10 മിനിറ്റെങ്കിലും ഒരു കൊന്ത മുഴുവൻ ചൊല്ലാന്നുള്ളതല്ല, 10 മിനിറ്റ് ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ശീലിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് രൂപത്തിന്റെ മുമ്പിൽ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെയും കൂടെ ഒരു ഇഷ്ടം ചോദിക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ ഇപ്പം പ്രയർ ലൈഫും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഒരു 8 മാസം അല്ലേ? ഈ ഒരു 8 മാസത്തിൽ എങ്ങനെയാ നിങ്ങളുടെ ഒരു ലൈഫിനെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് പേഴ്സണൽ പ്രേയേഴ്സ് ഉള്ള ഒരാളാണ്. എൻ്റെ കാര്യത്തിൽ ഒരു സീക്കർ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരാളാണ്. ചില സമയത്ത് ഭയങ്കര ആഴത്തിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും എല്ലാ ദിവസവും കൊന്തയിലുകയും ചെയ്യുന്നവരെ ഞാനുണ്ട്. ഞാൻ തന്നെ കുറച്ചാളെയുമ്പോൾ ചിലപ്പോൾ പള്ളിയിൽ പോകാതെ ആവുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ സെമിനാരിൽ പഠിക്കാൻ പോയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ വേദാന്തത്തിലൊക്കെ ഡോക്ടറേറ്റ് എടുത്തൊരു അച്ഛനൊക്കെയാണ് എൻ്റെ സ്പിരിച്വൽ ഫാദർ. അപ്പോൾ അവർ പറയുന്ന ഡയറക്ഷൻസ് പല മതങ്ങളെ കുറിച്ച് പറയുന്ന അങ്ങനൊരു കുറച്ചൊരു വാസ്റ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടാണ് എനിക്ക് വിശ്വാസം. ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചായും, ചിലപ്പോൾ ഇങ്ങോട്ട് ചായും. പക്ഷെ കോറിൽ ഞാൻ ജീസസുമായിട്ട് കണക്റ്റഡ് ആണ്. എൻ്റെ കോർ എന്നോടിപ്പോൾ കണ്ണടച്ചിട്ട് ഈശോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലൊരു ആഴത്തിലൊരു ചലനം എനിക്കുണ്ടാവാറുണ്ട്. പേഴ്സണൽ പ്രേയറുകൾ ഒരുപാട്. ഞാൻ എപ്പോഴും വീട്ടിൽ എൻ്റെ സ്റ്റുഡിയോയിൽ എനിക്കൊരു മെഴുകുതിരി ഉണ്ട്, അവിടെ ജീസസിൻ്റെ രൂപമുണ്ട്. ഞാൻ തിരി കത്തിച്ച് വെച്ച് എപ്പോഴും വിവാഹത്തിന് മുമ്പൊക്കെ ഉള്ളൊരു കുറേ തന്നെ ഇരിക്കും, എല്ലാവരും ഓർക്കും, നന്ദിയാണ് ഏറ്റവും പറയുന്നത്. ഒന്നും ഞാൻ എന്തെങ്കിലും ആഗ്രഹം നടത്തിത്തരണമെന്ന്
പ്രാർത്ഥിച്ചിട്ട് 2 വർഷങ്ങളായി. ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഞാനിങ്ങനെ നിന്ന് നന്ദി പറയുന്ന ഒരാളാണ് ഞാൻ. ആനെ ചാവറ മാട്രിമോണി കണ്ടപ്പോൾ ബാക്കി അവൾ കണ്ടിന്യൂ ചെയ്യും. ഫസ്റ്റ് എൻ്റെ DP ജീസസിൻ്റെ മാറിടത്ത് ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ് എൻ്റെ DP. ആളത് കണ്ടപ്പോൾ ആൾ വിചാരിച്ച ഭയങ്കര റിലീജിയസ് എന്നാണ് എല്ലാം. ആളിനോട് പറഞ്ഞ് എൻ്റെ ഒരു വിശ്വാസം, ആളുടെ വിശ്വാസം എന്ന് പറയുന്നത് യോഗ റിലേറ്റഡ് ഒരു ഇന്ത്യൻ വിശ്വാസമാണ്. മെഡിറ്റേഷനാണ് ആളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. ആ ഒരു ആൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ഒരു 15 മിനിറ്റ് എല്ലാത്തിനെയും ഓർത്ത് നന്ദി പറയുന്ന, ദൈവത്തെ വിളിക്കുന്ന ഒരാളാണ്. എനിക്കത് വളരെ വെൽക്കമിങ് ആയിരുന്നു. കാരണം ഞാൻ ഏകദേശം ആ ട്രാക്കിലൂടെ പോകുന്ന ഒരാളാണ്. വിവാഹത്തിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ആളിങ്ങനെ ഇടയ്ക്ക് കുളി കഴിഞ്ഞ് വന്ന് ഒരു രൂപത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ നിൽക്കണം ഞാൻ എപ്പോഴും കാണുന്ന ഒരാളാണ്. നിൽക്കുന്നതാണ് ആളുടെ വീട്ടിലകത്ത് ചെരുപ്പിടുന്ന ഒരാളാണ്. ആ പ്രാർത്ഥിക്കുന്ന ആൾ ചെരുപ്പ് ഊരിയിട്ട് നിൽക്കും. ഞാൻ എൻ്റേതായ രീതിയിൽ ഞാനും പ്രാർത്ഥിക്കും. എല്ലാ ഞായറാഴ്ചയും നമ്മൾ വൈകിട്ടൊന്ന് എല്ലാവരും ഒഴിഞ്ഞിട്ട് ഒരു സമയത്ത് അവിടെ ഞങ്ങളുടെ ഒരു കുന്നുണ്ട്, കുന്നിൻ്റെ മുകളിൽ ഒരു പള്ളിയാണ്, കുമേന്താന്ന് പറയാം. ഞങ്ങളവിടെ പോയി ഞങ്ങൾ ഈ പരസ്പരം കൈ പിടിച്ചിരുന്ന് ആഴ്ചയിലെ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയും. എല്ലാത്തിനും. അപ്പനും അമ്മയ്ക്ക്, ആളുടെ അമ്മയ്ക്ക്, ആളുടെ പപ്പ മരിച്ചു പോയതാണ്, അപ്പോൾ പപ്പയെ ഓർക്കും. ആളുടെ അനിയൻ അപ്പൂനെ ഓർക്കും. അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഞങ്ങളെ എല്ലാ ഞായറാഴ്ചകളും വൈകിട്ട് ഞങ്ങൾ പേഴ്സണലി വന്ന് പുള്ളി ഒന്ന് കാണും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഓരോ പേര്, അതായത് എത്ര പേരെൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ. ജിസേട്ടൻ ഇടയ്ക്കൊക്കെ കയറി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ, കാരണം ചിലപ്പോൾ ആ സമയത്തായിരിക്കും ചേട്ടൻ്റെ സിനിമ ഇറങ്ങിയ സമയം വെറുതെ റാൻഡംലി ഒരു സാധനം എന്ന് നമ്മളിങ്ങനെ ഓരോ മനുഷ്യരെയും പേരെടുത്ത് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാറ്. ചില മൊമെൻറ്റുകളിൽ ഞങ്ങൾ പോലെ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. അപ്പം ഇപ്പോഴുള്ള പ്രെയർ ലൈഫ് അതാണ്. വെരി ഇൻറ്റിമേറ്റ്, ക്ലോസ്, പ്രൈവറ്റ്, 1-to-1 കോൺവെർസേഷൻസ് ആണ് ഞങ്ങളുടെ പ്രെയർ. കേൾക്കുമ്പോ തന്നെ ഭയങ്കര ഒരു സുഖം. ബ്യൂട്ടിഫുൾ അല്ലേ? ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. യോഗനെ പറ്റി പറയുമ്പോൾ എന്താണ് അത്? ഇപ്പൊ യോഗയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. വാട്ട് വാസ് ദാറ്റ്? ഞാൻ ഒരു ലാസ്റ്റ് 14 years ആയിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് തരുന്ന ഒരു പീസ് ഉണ്ട്. നമ്മളിപ്പം ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് കൂടെ കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടല്ലോ. സോ ആ ഒരു ടൈമിൽ നമ്മളെ ഒന്ന് കാമാക്കാൻ യോഗ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഞാനത് ഇത്രയും വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ, എൻ്റെ പ്രെയർ ശരിക്കും അങ്ങനെയാണ്. ഇരുന്ന് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ മൈൻഡൊക്കെ ഒന്ന് കാമാക്കി മെഡിറ്റേറ്റ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം ഉണ്ട്. അപ്പം ചേട്ടനും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സൺഡേസിൽ ഈ ചെയ്യുന്ന ഒരു അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഒരു ശരിക്കും ഇപ്പം പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ പറയാ, 2 പേര് ഒന്നിക്കുമ്പം അവർ ഒരേ പ്രയേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് കേക്കും നടപ്പിലാവുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. നമ്മുടെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് അറ്റ് ദ സെയിം ടൈം നമുക്ക് അത് മുകളിലേക്ക് പോകും. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കമ്മിങ് വീക്കിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലും പള്ളിയിൽ ഇരുന്നിട്ടാണ്. ഓ, അടിപൊളി. ഇപ്പോൾ വിൻസി നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ 2 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ അതും ബിബ്ലിക്കലായിട്ട് നോക്കി കഴിഞ്ഞാൽ 2-3 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരുന്നു. ഈ 3-ാമത്തെ ആളാരാ? അത് ജോസഫ് നേരത്തെ പറഞ്ഞ പോലെ ക്രൈസ്റ്റാണ്. അപ്പോൾ ഈ 2 പേരും ക്രൈസ്റ്റും കൂടെ വരുന്നതാണ് ആ കുടുംബം. അപ്പോൾ അവർ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനെല്ലാം ആൻസേർഡാണ്. ആ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻ ഇവർക്ക് എന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റട്ടെ. കാരണം അത് വളരെ റെയറാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്. ആ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് അത് മാതൃകയാവട്ടെ. ഹൃദയങ്ങൾ ഒന്നായ 30 വർഷങ്ങൾ. ചാവറ മാട്രിമണി സിൻസ് 1996. ഇവിടെ ഉറയ്ക്കുന്നതേ വിവാഹമല്ല, വിവാഹ ജീവിതമാണ്.